തമിഴ്നാട്ടിൽ നിന്ന് കാറിന്റെ ഡീസൽ ടാങ്കിനുള്ളിൽ അതീവ രഹസ്യമായി ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച കോടികളുടെ ലഹരി മരുന്നുമായി ദമ്പതികൾ ഉൾപ്പെടെ 3 സംഘത്തെ പോലീസ് സാഹസികമായി പിടികൂടി. ഒലവക്കോട് ജംഗ്ഷനിൽ തിങ്കളാഴ്ച പുലർച്ചെ പോലീസ് വാഹനം കുറുകെയിട്ടാണ് ലഹരി സംഘത്തിന്റെ കാർ തടഞ്ഞു നിർത്തിയത്. പാലക്കാട് നോർത്ത് പോലീസും ഡാൻസ് ഓഫ് ടീമും സംയുക്തമായി നടത്തിയ ഈ മിന്നൽ പരിശോധനയിലാണ് വലിയ ലഹരി ശേഖരം പിടിച്ചെടുത്തത്. കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശി മുഹമ്മദ് നിഷി, മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അസറുദ്ദീൻ, കർണാടക സ്വദേശി ബി ഫാത്തിമ എന്നിവരാണ് പോലീസിന്റെ വലയിലായത്. വരും ദിവസങ്ങളിലെ ഓണാഘോഷ വിപണി ലക്ഷ്യമിട്ടാണ് ഇവർ ഇത്രയും വലിയ അളവിൽ രാസലഹരി വസ്തുക്കൾ സംസ്ഥാനത്തേക്ക് എത്തിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തു. തമിഴ്നാട്ടിലെ കുനിയമ്പത്തൂർ ഭാഗത്തുനിന്ന് ലഹരിക്കടത്ത് സംഘത്തിന്റെ വാഹനത്തെ പോലീസ് പിന്തുടർന്നിരുന്നു. പോലീസ് തങ്ങളെ പിന്തുടരുന്ന കാര്യം മനസ്സിലാക്കിയ സംഘം വേലന്താവളം വഴി ചിറ്റൂരിലൂടെ റൂട്ട് മാറ്റിക്കൊണ്ട് പാലക്കാട്ടേക്ക് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ പോലീസിന്റെ കൃത്യമായ ഏകോപനം ഇവരുടെ നീക്കങ്ങളെ പൂർണ്ണമായും തകർത്തു. പ്രധാന പാതകൾ ഒഴിവാക്കി ഗ്രാമീണ റോഡുകളിലൂടെ ഒലവക്കോട് ജംഗ്ഷനിൽ എത്തിയ ലഹരി സംഘത്തോട് വാഹനം നിർത്താൻ പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും ഇവർ നിർബന്ധമായും മുന്നോട്ട് ഓടിച്ചു പോകാൻ ശ്രമിച്ചു. ഇതോടെ പോലീസ് വാഹനം സാഹസികമായി ഇവർ സഞ്ചരിച്ചിരുന്ന കാറിന് കുറുകെയിട്ട് വഴി തടയുകയും ചെയ്തു. വാഹനം നിന്നു പോയതോടെ രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ പോലീസ് ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തി. പരിശോധനയിൽ ഏകദേശം 1 കിലോഗ്രാമോളം MDMA, കൊക്കൈൻ, ബ്രൗൺ ഷുഗർ, LSD സ്റ്റാമ്പ്, ഹൈബ്രിഡ് കഞ്ചാവ് എന്നിവയാണ് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ നിന്ന് കണ്ടെടുത്തത്. കാറിന്റെ ഡീസൽ ടാങ്കിന് സമീപം പ്രത്യേകം സജ്ജമാക്കിയ അറയിൽ പൊതിഞ്ഞു സൂക്ഷിച്ച നിലയിലായിരുന്നു ലഹരി വസ്തുക്കൾ. കഴിഞ്ഞ 3 ദിവസമായി ഈ സംഘത്തെക്കുറിച്ച് കൃത്യമായ വിവരം ലഭിച്ച പോലീസ് ഇവരുടെ ഓരോ നീക്കവും നിരീക്ഷിച്ചു വരികയായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ കഞ്ചാവുമായി വന്നിറങ്ങിയ ഒരാളിൽ നിന്ന് ലഭിച്ച സൂചനയാണ് പോലീസ് അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവായത്. ചോദ്യം ചെയ്യലിൽ ഇയാൾ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം ആരംഭിച്ചു. തുടർന്ന് ലഹരി സംഘത്തിന് പണം നൽകുന്ന പ്രധാന സാമ്പത്തിക സ്രോതസ്സായ വ്യക്തിയെ ഞായറാഴ്ച രാത്രി ഒലവക്കോട് താണാവ് ഭാഗത്ത് വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആഡംബര കാറിലെത്തിയ ഇയാളെ ഡാൻസ് ഓഫ് ടീം വാഹനം തടഞ്ഞാണ് പിടികൂടിയത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് പുലർച്ചെ ലഹരിയുമായി എത്തുന്ന 3 സംഘത്തെക്കുറിച്ച് കൃത്യമായ വിവരം ലഭിച്ചത്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വലിയ തോതിൽ ലഹരിമരുന്ന് ഒഴുകുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അതിർത്തി പ്രദേശങ്ങളിലും പ്രധാന റോഡുകളിലും പോലീസ് പരിശോധന കർശനമാക്കിയിരുന്നു. വാഹനം മാറ്റിയും റൂട്ട് മാറ്റിയും പോലീസിന്റെ കണ്ണുവെട്ടിക്കാൻ ശ്രമിച്ച ലഹരി കടത്തുകാരുടെ തന്ത്രങ്ങളാണ് പോലീസിന്റെ സാഹസിക ഇടപെടലിലൂടെ പൊളിഞ്ഞത്. അറസ്റ്റിലായ പ്രതികൾക്ക് അന്തർ സംസ്ഥാന ലഹരി മാഫിയകളുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഓണക്കാലത്ത് ജില്ലയിലെയും സമീപ ജില്ലകളിലെയും ആവശ്യക്കാർക്ക് ഉയർന്ന വിലയ്ക്ക് വിൽപ്പന നടത്തുന്നതിനാണ് ഇത്രയും വലിയ ലഹരി ശേഖരം എത്തിച്ചതെന്ന് പ്രതികൾ സമ്മതിച്ചിട്ടുണ്ട്. കേസിൽ ഉൾപ്പെട്ട കൂടുതൽ ആളുകളെ കണ്ടെത്താനായി അന്വേഷണം ഊർജിതമാക്കിയതായി പാലക്കാട് നോർത്ത് പോലീസ് അറിയിച്ചു. പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകളും ലഹരി വാങ്ങാൻ ഉപയോഗിച്ച പണത്തിന്റെ ഉറവിടവും കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം വരും ദിവസങ്ങളിൽ നടക്കും.